ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞങ്ങൾ കുറേ ആയിട്ട് നാളെ മീറ്റ് ചെയ്യാം, അടുത്ത ആഴ്ച മീറ്റ് ചെയ്യാം, അടുത്ത മാസം മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിട്ട് ഇതുവരെ കാണാൻ പറ്റിയില്ല. ഇതുവരെ മീൻസ് ആദ്യമായിട്ട് കാണുമെന്നല്ല, എന്നാലും കാണണം, പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പം ഞങ്ങൾ കണ്ടിട്ടും ഏകദേശം ഒരു 5-6 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് കണ്ടതാണ്. അപ്പം ഞങ്ങളിങ്ങനെ പറയും കാണണം, അടുത്ത ആഴ്ച കാണണം, പക്ഷെ പറ്റാറേ ഇല്ല. അപ്പോൾ ഇന്നാണ് ഏകദേശം ഒന്ന് സെറ്റായി വന്നത്. ഞങ്ങൾക്ക് ഇന്ന് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ പോകാമല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ടിങ്ങിന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്, ഒരു സിഗരറ്റ് പാൻറ്റും പിന്നെ ഇത് സ്റ്റുഡിയോന്ന് എടുത്തൊരു ടോപ്പായിരുന്നു കുറച്ച് മുമ്പ്, അതുമാണ് ഞാൻ ഇട്ടത്. പിന്നെ ഒരു ബാഗും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ പോയിട്ട് വരാം, ബായ്. ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശ്രീലക്ഷ്മി, ചിലപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ അത് ടൗണിലെത്തി. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഓള് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് നേരം നിന്ന്. പിന്നെ ഞങ്ങൾ പോയത് ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ആ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ എടുക്കണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹൈലൈറ്റ് മാളിൽ പോകാമെന്ന് പ്ലാൻ ചെയ്ത്, പെട്ടെന്ന് വിചാരിച്ചാണ് ഹൈലൈറ്റിലൊന്ന് പോകണം. അങ്ങനെ പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഇപ്പോൾ സെയിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ സെയിൽ തുടങ്ങിയതിന് ശേഷം പോകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റുഡിയോയിലൊക്കെ കയറാറുണ്ട്. അപ്പം അവിടെയും കൂടി ഒന്ന് കയറാമെന്ന് വിചാരിച്ച്. ഹൈലൈറ്റിൽ നമ്മുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, 50% എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഒന്ന് വാങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഹോം സെൻറ്ററിലേക്കാട്ടോ പോയത്. അവിടെ നല്ല അടിപൊളി ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് അവിടുത്തെ ഫ്ലവർ പോട്ടും പിന്നെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള നല്ല അടിപൊളി ഫ്ലവേഴ്സ് കണ്ടില്ലേ, നല്ല നല്ല പല കളേഴ്സിൽ വരുന്ന. ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാനതൊന്ന് നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ അത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ. കുറേ നമ്മളെ ഡെക്കറേഷൻസ് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ഷോ പീസൊക്കെ ആയിട്ട്. പിന്നെ കുറേ ഫ്രെയിംസ്, അങ്ങനെ നല്ല കിച്ചണിലേക്ക് പറ്റുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കുറച്ചൊന്ന് നോക്കി. പിന്നെ കുറേ നല്ല നല്ല കുഞ്ഞി പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി സാധനങ്ങളൊക്കെ ആയിരുന്നു. കുറേ പ്ലേറ്റ്സ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇങ്ങനത്തെ കുറേ പേഴ്സ്, ബാഗ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഭയങ്കര ക്രേസാട്ടോ. അപ്പോൾ അവൾ ഫുള്ള് ആ ഒരു ടൈപ്പ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ വീട്ടില്ല. ഞാനാണെങ്കിൽ നേരെ തിരിച്ച് ഇതേപോലെ കമ്മലുകൾ, മാലകൾ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാനൊന്നും കൂടി, എനിക്ക് ഏറ്റവും കൂടുതൽ കമ്മലിനോടാണ് ഭയങ്കര ക്രേസ് തോന്നാറുള്ളത്. അപ്പോൾ ഞാൻ കുറേ നേരം ഇത് നോക്കി നിന്ന്. നല്ല രസമല്ലേ, അടിപൊളി സാധനം. അധികം കാണുമ്പോൾ ഭയങ്കര വെയിറ്റായിട്ട് തോന്നും കേട്ടോ, പക്ഷേ അത്ര വെയിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് സ്റ്റുഡിയോക്ക് ഒന്ന് കയറണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ സ്റ്റുഡിയോയിൽ അങ്ങനെ കാര്യമായിട്ട്
ഒരു കളക്ഷൻ സാധാരണ പോലെ ഉണ്ടായിരുന്നില്ല, വളരെ കുറവായിരുന്നു. നല്ല റേറ്റ് കുറവ് സെയിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ അങ്ങനത്തെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ 199 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഷൂ കാര്യങ്ങൾ, കുറേ ചെരുപ്പുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ്, ഞാൻ അധികം ഈ സുഡിയോൻ്റെ അഡിക്റ്റ് തന്നെയാണ്. ഇതിൽ കുറേ ഡ്രസ്സ് സുഡിയോയിൽ തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സ് സുഡിയോയുടെ തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ഇന്ന് പോയപ്പോൾ എനിക്കത്ര വലിയ കളക്ഷനായിട്ട് തോന്നിയില്ല. എന്താ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ടായിരിക്കും ചിലപ്പം. പിന്നെ 49ൻ്റെ ഇതേ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഒരുമാതിരിപ്പെട്ട ഒരു ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറേ നെയിൽ പോളിഷ്, അങ്ങനെ കുറച്ച് ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ, ഡ്രസ്സൊക്കെ കുറേ നോക്കി. പക്ഷേ എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഇനി അറിയില്ല, ഇതിന് മുന്നേയൊക്കെ പോയപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇനി എല്ലാം സെയിലായി പോയതാണോ എന്നുള്ളതറിയില്ല. പിന്നെ അതാ നല്ല ടീഷർട്ടൊക്കെ ഉണ്ടായിരുന്നു. 199 299 ഒക്കെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്രോപ്പ് ടോപ്പ് അങ്ങനത്തെ ഒക്കെ ടൈപ്പ് സാധനം ലെങ്ത്ത് അധികം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനത്തെ ഡ്രസ്സ് ഇടാറില്ല. പിന്നെ അങ്ങനത്തെ കുർത്തിയൊക്കെ ഉണ്ടായിരുന്നത് എനിക്കെന്തോ അതൊന്നും അത്രയ്ക്ക് കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജെൻസിൻ്റെ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. പക്ഷേ അവിടെയും വലിയ കളക്ഷനൊന്നും ഉണ്ടല്ല. ഷർട്ട് പൊതുവേ എനിക്ക് സ്റ്റുഡിയോന്ന് അങ്ങനത്തെ വലിയ ഇഷ്ടമാവാറില്ല. അതേപോലെ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ടീഷർട്ട് നോക്കിയപ്പം ടീഷർട്ടും അത്ര വലിയ രസമുണ്ടായിട്ട് തോന്നിയില്ല. എല്ലാം ഒരു സാധാ ഒരു ടൈപ്പൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, സാധാരണ ഉണ്ടാവുന്ന. അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അധികം നേരം ടൈം പോക്കിയില്ല, നേരെ വെബ്സൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വെബ്സൈറ്റിലേക്ക് പോയി. അവിടുന്ന് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ മിററൊക്കെ കണ്ടപ്പോൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ. ഇവിടെയും ഉണ്ട്, അങ്ങനെ ഒന്നും എടുക്കേണ്ട വിശദീകരിച്ചിട്ട്. ചിരിച്ചത് എന്തിനായിട്ട് ഇടയില്? മഞ്ഞ ആക്സസറീസ് ആയിട്ട് പിന്നെ അവിടെ കുറേ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പാവകളുണ്ടായിരുന്നു കേട്ടോ. ആ ആനേൻ്റെ പാവ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ മഞ്ഞപ്പാവേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട്. ഒരുപാട് നല്ല ടോയ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടില്ലേ, എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെയൊക്കെ ഓരോന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമാണ് അതൊക്കെ കാണാൻ. നല്ലതാണെങ്കിൽ എടുക്കുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ്. അങ്ങനെ ഇത് മിനിസോ ആട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോണത്, അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടാവുക. മുന്നേ പോയവരാണെങ്കിൽ ഒന്നും വിചാരിക്കുന്നത് ഞാനിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്, ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണാമെന്നല്ലാതെ മിനിസോയിൽ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പം ഇവിടെ കുറേ ഹെയർ ആക്സസറീസും ഒക്കെ, ഒരുപാട് ഇയറിങ്സും അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കി. അങ്ങനെ കുറേ ടോയ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. ഇത് നോക്കി നല്ല രസമില്ലേ, ഈ പച്ച കളർ കണ്ണട. പിന്നെ പാണ്ട, അങ്ങനത്തെ കുറേ നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതേപോലെ ഇല്ല, ഞാനും വീട്ടിൽ ഇപ്പം നിങ്ങൾ കുറേ ഒരു പച്ച ഇടാൻ വേണ്ടിയിട്ട്
എന്നോട് ഈ എന്നെ തന്നെ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കാൻ പറ്റൂല, കണ്ടന്റ് ഉണ്ടാക്കി വരാൻ. കണ്ടന്റിന് ക്ഷാമാണ്. ഞാൻ വരാൻ തന്നെ പെണ്ണോട് അതിനാ എനിക്ക് കണ്ടന്റ് ആവില്ല. അപ്പൊ എന്താക്കണപ്പോ എന്താക്കും ഞാൻ -3 അർജന്റീന ഫുഡ് ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മള് എന്തൊക്കെ കഴിക്കാം. ആദ്യം വെൻഡിങ് മെഷീൻ നമുക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം. എവിടുന്ന് ആ മെഷീൻ ഉണ്ടോ? മെഷീൻ ആടെ മെഷീൻ ഒരു കുഞ്ഞു മെഷീൻ കണ്ടോ? ആ റിംഗലിന്റെ കോഫിയാണോ? ആ ഈ കോഫി നമുക്ക് വേറെ എന്തെങ്കിലും കോഫിയാണുള്ളത്. ഡ്രിങ്ക് മോണ്ടൻറ്റും ഉണ്ട്, പെപ്സി ഉണ്ട്, പിന്നെ അത് വേണ്ട. ഡ്രിങ്ക് ഉണ്ട്, റെഡ് ബുൾ ഉണ്ട്, റെഡ് ബുളും വേണ്ട. മെറിൻഡ അല്ലെങ്കിൽ തന്നെ അതിന് ഒരെണ്ണം മതി, എനിക്ക് വേണ്ട. കഴിക്കണ്ട. എന്താ കഴിക്കുക? വിശക്കുന്നുണ്ടോ? ഞങ്ങൾ നമ്മളിവിടെ തള്ളി മറക്കുകയാണ് ഗൈസ്. ഇതായിട്ട് വേണ്ടല്ലോ ബിരിയാണി കഴിച്ചതിനെ കൊണ്ട്. ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ചൂടാണെങ്കിൽ നമുക്ക് മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് ഐബനെ വിളിച്ചോക്കിയാലോ? വീഡിയോ കോൾ ചെയ്താലോ? ഏടി കുറിപ്പുകളെ പറഞ്ഞല്ലോ. ഐബ എന്ന് പറയുന്ന എൻ്റെ വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. അതൊക്കെ എൻ്റെ കോളേജ് മേറ്റ്സ് ആണ്. അപ്പോൾ അവൾ ഇവിടെയല്ല, അവൾ ദുബായിലാണ്. അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഹസ്ബൻഡ് അവിടെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ അവളെ വിളിച്ചാലോ എന്നാണ് ഈ പറയുന്നത്. പക്ഷെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കോൾ കണക്റ്റ് ആയില്ല. അവിടെ വാട്സപ്പ് അങ്ങനെ റേഞ്ച് ഇഷ്യൂ ഉണ്ട് തോന്നണു, അത് കിട്ടിയില്ല. ഐബ അത് കാണുന്നുണ്ടെങ്കിൽ മിസ് യു ഐബ. പിന്നെ അവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ച അവസാനം ഞങ്ങളൊരു കേക്ക് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് പോയി. കേക്ക് വാങ്ങി കൊണ്ടുവന്നൊരു ടെൻഡർ കോക്കനട്ട്, പിന്നെ ഒരു ചോക്ലേറ്റ് എന്തോ ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു. ഭയങ്കര ഷുഗർ ഓവറായിരുന്നു ചോക്ലേറ്റ്, പക്ഷെ നല്ല കോഫി ആയിരുന്നു കേട്ടോ. കോഫീൻ്റെ ഒരു ഫ്ലേവറായിരുന്നു, അതിൻ്റെ ഒരു സ്പഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെൻഡർ കോക്കനേക്കാളും അടിപൊളിയായിരുന്നത് ആ ചോക്ലേറ്റ് കോഫി ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ.
ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈലൈറ്റിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ടൈം ഏകദേശം ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വളരെ ചെറിയൊരു കുറച്ച് ടൈം ഉണ്ടായിരുന്നു. നമ്മൾ കോളേജ് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങി. പിന്നെ അവളെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല ബ്ലോക്കും കിട്ടി. അപ്പോൾ വെറുതെ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് കുറേ നേരം. അങ്ങനെ പിന്നെ ബ്ലോക്കൊക്കെ മാറി ഞങ്ങളിങ്ങനെ മാങ്കാവ് എത്താനായി. അപ്പം ലുലു മാൾ ആയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ലുലു മാളും കൂടി ഒന്ന് കാണിക്കാമെന്ന്. അപ്പം ഇതാണ് നേരെ കാണുന്നതാണ് നമ്മുടെ ലുലു മാൾ. നേരെ ഇല്ലാതെ അവിടെ ഈ സൈഡിൽ ഈ മതിലൊക്കെ കെട്ടിയ മഞ്ഞ കളർ ഉണ്ടല്ലേ, ഇതിൻ്റെ അപ്പുറത്താണ് ഈ കാണുന്ന ബിൽഡിങ്ങാണ് ലുലു മാൾ. അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മൾ ഈ വഴിക്ക് വന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെ അല്ല വന്നത്. നല്ല വ്യൂ അല്ലേ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ എങ്ങനെ ക്ലിക്ക് ചെയ്താട്ടോ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. പിന്നെ അതിൻ്റെ ഇടയിൽ അവളെ ഡ്രോപ്പ് ചെയ്തൊന്നും എടുക്കാൻ പറ്റാത്ത കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. പിന്നെ വീട്ടിലെത്തി. ഭയങ്കര ഫേസൊക്കെ നല്ല ഡള്ളായിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഡ്രസ്സ് മാറി സെറ്റായിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ കെയർ കാര്യങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 വീക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് കേട്ടോ, മാമാർത്തിൻ്റെ അപ്ടാൻ ഫേസ് വാഷ്. അടിപൊളിയാണ്. കുറേ ടാനൊക്കെ റിമൂവ് ആയി പോവും. എൻ്റെ മുഖത്ത് ഭയങ്കര ടാനായിരുന്നു ഒരു ടൈമിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ക്ലിയർ ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് അങ്ങനെ നോക്കി കിട്ടിയത് ഒരു മാമാർത്തിൻ്റെ അപ്ടാൻ നല്ലതാണെന്ന് കേട്ടിട്ട് അങ്ങനെ ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഇതൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല, ഞാൻ പിന്നെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ടേമറിക്കും സാഫ്രോണൊക്കെ ആഡ് ആയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കുരുവൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, കുരു വന്നിട്ടുണ്ട് എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇടും നിവിയുടെ. അത് ഞാൻ എത്രയോ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അത് അടിപൊളിയാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പോൺസിൻ്റെ ഒരു ജെല്ല് ഹൈഡ്രേറ്റഡ് ആവാൻ വേണ്ടി ഹൈഡ്രേറ്റഡ് ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഇടുമ്പോൾ ഭാഗത്ത് ഭയങ്കര ഒരു കൂൾ എഫക്റ്റാണ് കേട്ടോ. വെറുതെ ഞാൻ ഒട്ടിച്ച് മുന്നേ തൊട്ടൊരു പൊട്ടുണ്ടായിരുന്നു, അത് തൊട്ട് വെറുതെ ഒരു സ്റ്റൈലിൽ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഇട്ട് നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ബായ്.